ഒരു അശാന്തി പകരാൻ വേണ്ടിയല്ല ഞാൻ ചോദിക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നമ്മുടെ ഒരു 5 കൊല്ലക്കാലം കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ കക്ഷി രാഷ്ട്രീയക്കാരൊക്കെ തന്നെ വല്ലാത്ത സമ്മർദ്ദത്തിലാകുന്ന സമയത്ത് ഈ സമുദായ നേതാക്കന്മാർ ഇത് ചൂഷണം ചെയ്യാൻ ഇറങ്ങുന്നു എന്ന് നമുക്ക് സംശയിക്കാം. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ അവർ കുറച്ചുകൂടി ശക്തിപ്പെടുന്ന ചിത്രം കാണാം. അപ്പോൾ ഈ സമ്മർദ്ദത്തിന് വഴിമരുന്നാകുന്ന ഈ ആളുകളെ നിരുത്സാഹപ്പെടുത്തേണ്ടതും കക്ഷി രാഷ്ട്രീയക്കാർ തന്നെയല്ലേ? എനിക്കറിയാം, ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ളതിൽ അധികാരത്തിൽ വന്നേ പറ്റൂ, അധികാരത്തിൽ വരണം, തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ കഴിയില്ല. എന്നാൽ പോലും ഇത്തരം ആളുകൾ, ഇത് ഒരുതരം ഈ വേതാള സ്വരത്തിൽ വരുന്ന ഇത്തരം ആളുകൾ സമൂഹത്തിൽ ശക്തി പ്രാപിക്കുന്നത് എന്തുകൊണ്ടും അപകടകരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനാണ് ഞാൻ. ശ്രീ തിരുവഞ്ചൂർ. ശിശികേട്ടൻ, എനിക്ക് അങ്ങനെയുള്ളൊരു കാര്യം പറയണം. നമ്മൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് ചില പരിപാടികളുടെ അടിസ്ഥാനത്തിലാണ്. അത് രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ്. ആ നിലപാടിനോട് യോജിക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതല്ലാതെ ഞങ്ങളുടെ നിലപാടിൽ നിന്ന് മാറ്റമുണ്ടാകണമെന്ന് നിർബന്ധിച്ചുകൊണ്ട് ആരും നമുക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കാറുമില്ല. അങ്ങനെ ആരും പറയുന്നത് ഞാനിതുവരെ കേട്ടിട്ടുമില്ല. ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. അത് ശൈലജ ടീച്ചർ പറഞ്ഞ് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ആ നിലപാടിൽ നിന്ന് ഞങ്ങൾ മാറുന്ന പ്രശ്നമേയില്ല. അത് രഹസ്യമായൊരു നിലപാടുമല്ല. ഞങ്ങളത് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ നിലപാടിനോട് യോജിക്കുന്ന ആര് ഞങ്ങളെ സഹായിക്കാൻ വന്നാലും ഞങ്ങൾക്ക് ജനാധിപത്യത്തിനകത്ത് ആ ശത്രുക്കളെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാനപ്പെട്ട ജോലി. അതുകൊണ്ട് ആ നിലപാടിൽ നിന്ന് ഞങ്ങൾ മാറുന്ന പ്രശ്നമില്ല. ആ നിലപാടിൽ അടിയുറച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. പിന്നെ ബാക്കിയുള്ള കക്ഷി രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ രൂപത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അതൊന്നും ഞങ്ങളതിനകത്തൊരു വർഗീയ വികാരം ഉയർത്തുന്ന ഒരു കാര്യത്തിൽ ഞങ്ങൾ ഭാഗം ചേരുന്നതേയില്ല. ഞങ്ങൾ ആർക്കും വക്കാലത്ത് ഇടുന്നുമില്ല. ഞങ്ങൾ അവർക്ക് വേണ്ടി വാദിക്കുന്നുമില്ല. അതേസമയം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ നിലപാടുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ആ നിലപാട് ഞങ്ങളെ എടുപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് ദേശീയ സ്വാതന്ത്ര്യ സമരമാണ്. ആ സമരകാലത്തെക്കുറിച്ച് ഞാൻ ഒരു വാക്കിൽ പരാമർശിച്ചു. അതിൻ്റെ സ്പിരിറ്റാണ് ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുവരുന്നത്. പിന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിനകത്ത് ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഭരണം എടുക്കുന്ന ചില നടപടികളുണ്ട്. അതിനെയാണ് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപിതമായ നിലപാടുകൾ വെച്ചുകൊണ്ട് ആ നിലപാടിനോട് യോജിക്കുന്ന ആളുകൾ ഞങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകുകയാണ്. അതിനുവേണ്ടി ഞങ്ങളുടെ നിലപാടുകൾ സറണ്ടർ ചെയ്യുന്ന പ്രശ്നമില്ല. ആരുടെ മുന്നിലും ഇതിനു വേണ്ടി ഒട്ടുകുത്തുന്ന പ്രശ്നവുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.